പിള്ളേരുടെ സ്കീ ഹോളിഡേസ് ആരംഭിച്ചു. അപ്പോൾ അവരെയും കൊണ്ട് ചുമ്മാ ഒന്ന് ഫോറസ്റ്റിൽ പോവുകയും പിന്നെ പിള്ളേരെ നമ്മുടെ ഹണ്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. മൃഗങ്ങൾക്ക് എന്താണ് നമ്മൾ ഈ വിൻ്റർ സമയത്ത് അതുങ്ങൾക്ക് തീറ്റയില്ലാത്തത് കൊടുക്കുക എന്നൊക്കെ. അവർക്ക് മികാലിന് താല്പര്യമുണ്ട്, അൽഫോൻസിന് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ മികാലിൻ്റെ ഫ്രണ്ടും വന്നിട്ടുണ്ട്. കൊച്ചു ഫ്രണ്ട് ഇരുന്നു അപ്പോൻസേ. മികാലിൻ്റെ ഫ്രണ്ട് ഹെൽസിങ്കിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ാണ് നമ്മൾ നിങ്ങൾക്ക് തീറ്റ ഇട്ട് കൊടുക്കുന്നത്. അപ്പം പിള്ളേരെയും കൊണ്ടുവന്ന് ഇതൊക്കെ ഒന്ന് കാണിക്കാതെ. മികാലിന് ഇൻട്രസ്റ്റ് ഉണ്ട്, പിന്നെ മികാലിൻ്റെ കൂട്ടുകാരനും ഇൻട്രസ്റ്റ് ഉണ്ട്. അവൻ ഹെൽസിങ്കിയിലാണ്. അപ്പം പുള്ളി ഹെൽസിങ്കിയിൽ നിന്ന് ഹോളിഡേയ്സിന് വന്നപ്പം അവർക്കൊരു ഹോളിഡേ ട്രിപ്പാക്കിയതാണ് ഞാൻ. ഇവിടെയാണ് നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പം അതിനകത്ത് ബ്രെഡും കാര്യങ്ങളും ഒക്കെ തീർന്നു പോയി. അപ്പം ഇനി എന്നാൽ മൃഗങ്ങൾക്ക് ഇച്ചിരി ബ്രെഡ് ഇട്ട് കൊടുത്തേക്കാൻ നോക്കിയിട്ടാണ്. നിങ്ങളിങ്ങോട്ട് വാ, ഈ ബ്രെഡ് എടുത്തോണ്ട് പോക്കെ. അത് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ബ്രെഡ് ഇവിടെ ഇരിപ്പുണ്ട്, എടുത്തോണ്ട് വാ. ബ്രെഡും ക്യാരറ്റും. എസ്, ആ ഒരു ബാസ്ക്കറ്റ് എടുത്തോ, ആ ഒരു ഫുള്ള് ബാസ്ക്കറ്റ് ബ്രെഡ്. മറ്റേത് ആ ചെറിയതിനകത്തെ. ആ അതെടുത്തോ, നമുക്ക് അവിടെ കൊണ്ടു കൊടുക്കാം. മികായൽ ആ വാക്കത്തി എടുക്കടാ. അതിനകത്തൊരു നൈഫ് ഉണ്ട്, ആ നൈഫ് എടുത്ത് മിക്സോ നമുക്ക് അവിടെ കൊണ്ട് വെട്ടി മുറിച്ച് കൊടുക്കണം. നീ അങ്ങോട്ട് കൊണ്ടുപോക്കോ. അപ്പം ഈ ക്യാരറ്റ്, അൽഫോൻസിന് ഈ ക്യാരറ്റ് എടുക്കാൻ പറ്റുമോ? ഈ ക്യാരറ്റ് എടുക്ക, ആ ക്യാരറ്റിൻ്റെ ആ ഫുൾ ചാക്ക്. വെയിറ്റ് ഉണ്ടോ? അമ്മാരവിടം വരെ എത്തി. അപ്പൊ ഹെൽപ്പ് ചെയ്യണോ? ഓക്കെ. അപ്പം നമുക്ക് ഇന്ന് ബ്രെഡ് ഇനി ഒരു 3 ഫുള്ള് പാക്കറ്റോടെ ഇരിപ്പുണ്ട്. കുറച്ച് ക്യാരറ്റും പിന്നെ ബ്രെഡ് കൂടെ കൊടുക്കാം. ക്യാരറ്റ് ചള്ളായി പോണേനുണ്ട്. നമ്മൾ ഹണ്ട് ചെയ്തതിൻ്റെ ഇതിൻ്റെ നേരുകൾ പോയത്. നമ്മൾ ഈ മൃഗങ്ങൾക്ക് ഇത് ഭയങ്കര ഹാർഡായതുകൊണ്ട് പിന്നെ ഒന്ന് ചെറുതാക്കി മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അമ്മാരുടെ ഫേവറേറ്റ് ഫുഡാണ് SRP. മുഖത്തേക്ക് തെറിക്കുന്നുണ്ടോ? മികാലെ മുഖത്തേക്ക് തെറിക്കാൻ നോക്കും. നല്ല ഹാർഡ് പോലെ, ഹാർഡ് ബ്രെഡാണ്. പിള്ളേർ ഏതായാലും ആക്റ്റീവായിട്ട് പണിയെടുക്കുന്നുണ്ട്. ആ SRP പോരട്ടെ. ആ കൈ കൊണ്ട് ഒടിക്കാൻ പറ്റുന്ന ബ്രെഡെല്ലാം നിങ്ങൾ കൈ കൊണ്ട് ഒടിച്ചടിച്ചിട്. ആ ഇനിയെല്ലാം വലുതാ, ഇനിയെല്ലാം വാക്കത്തി കൊണ്ട് കണ്ടിക്കണ്ട. ആ അത് മികാലെ കൈ കളയരുത് കേട്ടോ. ആ നിങ്ങൾക്ക് തിന്നാൻ പറ്റും. അൽഫോൻസിന് ഈ ബ്രെഡ് തിന്നണമെന്ന്. എടി ഭയങ്കരി, വീട്ടിലിരിക്കുന്ന ബ്രെഡ് കഴിക്കാമല്ലോ നിനക്ക്. ഞങ്ങളുടെ മാനുകൾക്ക് കൊടുക്കാനുള്ള ബ്രെഡാണ് വേണ്ടത്. ഇത് കഴിക്കാം അൽഫോൻസ്. ഇതുണ്ടല്ലോ നമ്മൾ സൂപ്പർ മാർക്കറ്റ് പ്രിസ്മേന്നൊക്കെ നമുക്ക് എക്സ്പയറി ആയ ഫുഡാണ് അവർ തരുന്നത്. എക്സ്പയറി എന്ന് പറഞ്ഞ ബ്രെഡൊക്കെ മാനുകൾക്ക് കഴിക്കാം, പക്ഷെ നമുക്ക് മനുഷ്യർക്ക് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്ക് വല്ല വയറ്റിന്ന് ഒഴിച്ചിലോ ഒക്കെ പിടിച്ചാലോ. പിള്ളേരാണിത്. ഒത്തിരി ആണെങ്കിൽ അതുങ്ങളുടെ വായിൽ കയറാതെ വരൂടാ, അതുകൊണ്ടാണ് നമ്മൾ ചെറുതാക്കി ഇടുന്നത്. അപ്പോൾ ഇത് ഇവിടെ അവർക്ക് ബ്രെഡ് പിന്നെ ക്യാരറ്റ്, അതുകൂടാതെ ഫ്രൂട്ട്സ്, ആപ്പിൾ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. മാനുകൾ ഇതുകൊണ്ട് ഇഷ്ടംപോലെ തിന്നാൻ വരുന്നുണ്ട്. ഇതുങ്ങളുടെ കാൽപാത ഇതിലെല്ലാം കാണാം, ഇതുങ്ങൾ നടന്നു വരുന്ന വഴികൾ. പിന്നെ നമുക്ക് ക്യാമറ, ഇതാണ് നമ്മൾ വെച്ചിരിക്കുന്ന ക്യാമറ. അപ്പം നമ്മൾ ക്യാമറയ്ക്കകത്തോടെ കറക്റ്റായിട്ട് അറിയാം ഇതുങ്ങളെ എത്രമാത്രം ഇതല്ലേ, എത്ര എണ്ണം വരുന്നുണ്ടെന്നൊക്കെ. ഇന്നലെയൊക്കെ 8 എണ്ണം രാത്രിയിൽ വന്നു. ഇതാണ് നമ്മൾ വെച്ചിരിക്കുന്ന ക്യാമറ. പിള്ളേരെ കൊണ്ടുപോയി പിന്നെ നമ്മൾ ഹണ്ടിങ്ങിൻ്റെ മെയിൻ, അതായത് നമ്മൾ ഹണ്ടിങ്ങിന് പോകുമ്പം ഈ ഹട്ടിനകത്ത് വന്നിരുന്നിട്ടാണ് നമ്മൾ രാവിലെ പ്ലാൻ ചെയ്യുന്നത് ഏത് ഫോറസ്റ്റിലേക്കാണ് കയറുന്നത്. അങ്ങോട്ട് പട കാണണമെങ്കിൽ അതിലെയോ ചിലപ്പം കാണും. ഇതിനകത്തൂടെ മൂസൊക്കെ ഇതിലേ പോയിട്ടുണ്ടാവും. ഇതുണ്ടോ, ഇവിടെയാണ് കേട്ടോ. അപ്പം ഇവിടെ വന്നിരുന്നിട്ടാണ് നമ്മൾ രാവിലെ പ്ലാൻ ചെയ്യുന്നത് ഏത് ഫോറസ്റ്റിലേക്കാണ് പോണേ. ഇതൊക്കെ ഇവിടെയുള്ള നമ്മുടെ മുത്തശ്ശന്മാർ ഹണ്ട് ചെയ്ത
മാൻ്റെയൊക്കെ തലകളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഈ ഹട്ടിനകത്താണ് നമ്മൾ ഗ്രില്ല് ചെയ്യാനൊക്കെ സൗകര്യമുണ്ട്. അപ്പം നമ്മൾ ഒരു നീക്ക് ഹണ്ടിങ് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഒന്ന് വാമപ്പ് അങ്ങ്. കാരണം ചില സമയത്ത് -8 -10 ഒക്കെ ആയിരിക്കും. നിങ്ങൾ എന്നെ കാണിക്കുന്നേ കണ്ടോ? ഇതൊക്കെ കണ്ടോ? ഇത് അനുഭവങ്ങളിൽ വരുന്നതിന് മുമ്പുള്ള ഇവിടുത്തെ ഹണ്ടിങ്ങേഴ്സ് ഹണ്ട് ചെയ്ത മൂസിൻ്റെയും പെവറയുടെയും ഒക്കെ കണ്ടോ? പിന്നെ ഞങ്ങൾ ഹണ്ടിങ് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഇവിടെ നമ്മൾ ഒത്തിരി തണുക്കുകയല്ലേ, അന്നേരം ഒത്തിരി തണുക്കുമ്പോൾ ഇതിനകത്ത് വന്നിരുന്നിട്ടാണ് ഞങ്ങൾ കോഫിയൊക്കെ കുടിക്കുന്നതും ഇതല്ല ഇതിനകത്ത് കയറുന്നത്. ഇവിടെ ക്യാമറയൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് കണ്ടോ? ഇതിനകത്ത് ഗ്രില്ല് ചെയ്യാനുള്ള സൗകര്യവും ഒക്കെ ഉണ്ട്. ഇവിടെയാണ് നമ്മളിരുന്ന് ഗ്രില്ല് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഇന്നലെ രാത്രിയിൽ മൂസ് ഇതിലെ പോയി. അപ്പം അതിൻ്റെ അപ്പി കണ്ടപ്പം ഇവന്മാർക്ക് വലിയൊരു ആഗ്രഹം. എന്നാണ് നിങ്ങൾ കാണിക്കുന്നത്? ഈ ഷെഫുമാർ ഫുഡ് കൊണ്ടുവച്ചിട്ട് എന്നാല് അല്ല, പിള്ളേരുടെ ഓരോ ആഗ്രഹങ്ങളല്ല, അവർ ഇതൊക്കെ കണ്ടുപഠിക്കട്ടെ. ഇതാണ് ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ പശുവിൻ്റെ ചാണകം പോലെ തന്നെ. ഏത് ഈ അപ്പിയോ? ഇതൊക്കെ ഇന്നലെ ഇട്ടതാണ്. അത് കാണുമ്പോൾ അറിയാമല്ലോ ഫ്രഷ് ആണെന്ന്. ഉണ്ടോ? ഇത് ഇതിലെയാണ് ഇറങ്ങി ഓടി. ഇതിന്റെ കാൽപാദം നോക്കി എവിടെയെങ്കിലും കാണും ഇതിങ്ങളുടെ കാല്. ഇതുണ്ടോ ഹിർവീന്? മൂസിനാണ് ഫിനിഷിൽ ഹിർവി എന്ന് പറയുന്നത്. അപ്പൊ ഇവരെപ്പോഴും പകുതി ഫിനിഷും പകുതി ഇംഗ്ലീഷും ആയിട്ടൊക്കെയാണ് ഇവന്മാര്. നമ്മുടെ നാട്ടിലെ മ്ലാവ്. നീ പോയേക്കാം, വാ. ഹോളിഡേയുടെ ഭാഗമായിട്ടുള്ള പ്രൊജക്റ്റ് ഒക്കെയാണ് ഇത്. ഇവന്മാരെ കൊണ്ട് നിങ്ങളുടെ മേത്തോട്ട് വീഴൂടാ മന്തുണ്ണികളെ. തെന്നി വീണേക്കരുത്. വാ, ലെറ്റ്സ് ഗോ. ഹേയ് പോ. അയ്യോ, അവന്റെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തടാ. അവന്റെ ഇതിനകത്ത് മുഴുവനായി. ബാ. ട്രാപ്പ് ചെയ്തോ തന്നെ അതിന്റെ മേളില്? പൊക്കോ. നമുക്കിതൊരു 3-4 കിലോമീറ്റർ നടക്കാനുണ്ട്. തെന്നി വീണേക്കരുത് കേട്ടോ, ഓടുന്നതിന് കുഴപ്പമില്ല. നമ്മള് നാട്ടില് ഈ മണ്ണിലും ചെളിക്കകത്തൊക്കെ കളിക്കുന്ന പോലെയാണ് പിള്ളേർക്ക് ഇവിടെ ഇഷ്ടം. ഇവർക്ക് ഈ സ്നോയ്ക്കകത്ത് ഇങ്ങനെ കളിക്കാൻ പ്രത്യേകിച്ചും. മേത്തോട്ട് വീഴൂടാ. അയ്യോ, എല്ലാം പറ്റിയ സാ? അയ്യ. ഓഹോ, നോക്കി സൂക്ഷിച്ചു പോണം കേട്ടോ, തെറ്റാതെ. ഇവിടെ ചെറിയ സ്ലിപ്പറയാണ് ഇന്ന്. 0 ഡിഗ്രി ഒക്കെ ഉള്ളു. അതുകൊണ്ടാന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു ചെറിയ തെറ്റൽ പറയുന്നത്. ആ സമയം നല്ല ഫ്രോസൺ ആണെങ്കിൽ നമുക്ക് ഇവിടെ എല്ലാം നല്ല ഗ്രിപ്പ് കിട്ടും നടക്കുമ്പോൾ. ഓക്കെ, ടേൺ റൈറ്റ്. ഇവിടെ ഹോർസിനകത്ത് നമുക്കിത് ഇതുപോലെ കറക്റ്റായിട്ട് അവർ ഡയറക്ഷൻസ് ഒക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട്. എങ്ങോട്ട് ഏത് സൈഡിലേക്ക് മൂവ് ചെയ്യണം, ഏത് സൈഡിലാണ് പാർക്കിംഗ് എന്നൊക്കെ. പിന്നെ എന്താ പറയുക, നമ്മളിതിലെ ഹണ്ടിങ്ങിനൊക്കെ വരുന്നതുകൊണ്ടും ഞാനിതിനു മുമ്പ് ഇതിനകത്ത് വന്നുകൊണ്ട് ഏകദേശം നമുക്കൊരു ഐഡിയ ഉണ്ട്. ഫോറസ്റ്റിനകത്ത് ഫിൻലാൻഡിൽ ഈ ബെറി പിക്കിങ്ങിനൊക്കെ പോയിട്ട് ലോസ്റ്റ് ആവുന്നവരും ഉണ്ട്. ഞാനങ്ങനെ ന്യൂസൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെയുള്ള സമയത്ത് 112 ഇവിടുത്തെ വിളിച്ചിട്ട് അവർ ഹെലികോപ്റ്ററിലൊക്കെ ആളെ സെർച്ച് ചെയ്യുന്നു എന്നൊക്കെ ന്യൂസുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ അവരുടെ കയ്യിൽ എന്തോ ഇങ്ങനെ ഹ്യൂമൻ ബോഡിയുടെ ഹീറ്റ് ഡിറ്റക്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഹ്യൂമൻ എവിടെയെങ്കിലും ലോസ്റ്റ് ആയാലും ഇവർ കണ്ടുപിടിക്കുന്നതെന്ന്.